MLA രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനം ഇന്ന്. ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്നാണ് പാർട്ടിക്ക് പേരിട്ടിരിക്കുന്നത്. മഞ്ചേരിയിൽ നടക്കുന്ന സമ്മേളനത്തിൽ രാഷ്ട്രീയ നയവും വിശദീകരിക്കും. തമിഴ്നാട്ടിലെ DMK-യുടെ സഖ്യകക്ഷിയായാണ് പാർട്ടി കേരളത്തിൽ പ്രവർത്തിക്കുക. DMK-യുടെ നിരീക്ഷകർ ഇന്ന് സമ്മേളന വേദിയിലെത്തിയേക്കും. ശരത് SS നൽകും വിശദാംശങ്ങൾ. ശരത്, വെരി ഗുഡ് മോർണിംഗ്. ഏതായാലും ഇന്ന് PV അൻവർ MLA രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനവുമായി വൈകിട്ട് മഞ്ചേരിയിൽ സമ്മേളനം നടത്തുന്നു. ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്ന പുതിയ പാർട്ടിയുമായി എത്തുമ്പോൾ എന്തെല്ലാമാണ് നാം ഉറ്റുനോക്കുന്നത് പ്രധാനമായും? അതായത് വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിന്റെ ഗതിവിഗതികൾ പോലും നിർണ്ണയിക്കാൻ പോലും സാധിക്കുന്ന രീതിയിലുള്ളൊരു രാഷ്ട്രീയ പൊതുസമ്മേളനത്തിനാണ് ഇന്നിപ്പോൾ മലപ്പുറം സാക്ഷിയാക്കുന്നത് എന്നുള്ളതാണ്. ഇന്ന് വൈകിട്ട് 5 മണിക്കാണ് മഞ്ചേരി ജസീല ജംഗ്ഷനിൽ വെച്ച് PV അൻവറിന്റെ രാഷ്ട്രീയ പൊതുസമ്മേളനം, രാഷ്ട്രീയ പ്രഖ്യാപന സമ്മേളനം നടക്കുന്നത്. വലിയൊരു ജനപങ്കാളിത്തം ഈ സമ്മേളന വേദിയിൽ ഉണ്ടാകുമെന്നുള്ളതാണ് അൻവർ ഇന്നലെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. നമുക്കറിയാം, നേരത്തെ തന്നെ അൻവർ വിശദീകരണ യോഗങ്ങൾ പല ഘട്ടങ്ങളിലായി സംഘടിപ്പിച്ചിരുന്നു. ഈ യോഗങ്ങളിലൊക്കെ വലിയ സ്വീകാര്യതയായിരുന്നു അൻവറിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. വലിയ ജനപങ്കാളിത്തം യോഗങ്ങളിലൊക്കെ തന്നെ കാണാൻ വേണ്ടി സാധിച്ചതുമാണ്. എന്നാൽ ഇന്ന് അതിലേക്കാളൊക്കെ തന്നെ ഇരട്ടി ജനങ്ങളുടെ പങ്കാളിത്തം ഉണ്ടാകുമെന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം അൻവർ പറഞ്ഞത്. 1 ലക്ഷം ജനങ്ങൾ, ഇത്തരത്തിൽ ആളുകൾ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുമെന്നുള്ളതായിരുന്നു അൻവറിന്റെ പ്രഖ്യാപനം. മാത്രമല്ല, തന്റെ രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ചുള്ള ചില സൂചനകൾ ഇന്നലെ തന്നെ അൻവർ നൽകിയതുമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ DMK-യുടെ, അതായത് തമിഴ്നാട്ടിലെ ദ്രാവിഡ മുന്നേറ്റ കഴകത്തിന്റെ കേരളത്തിലെ സഖ്യകക്ഷി എന്ന രീതിയിലാണ് അൻവർ പുതിയ പാർട്ടിയെ കേരളത്തിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നത്. അതായത് ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്നാണ് അൻവർ പുതിയ പാർട്ടിക്ക് പേര് നൽകാൻ ഒരുങ്ങുന്നത്. അതായത് തമിഴ്നാട്ടിലെ DMK-യുടെ കേരള സഖ്യകക്ഷിയായിരിക്കും സംഘടന പ്രവർത്തിക്കുക. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇതിനകം തന്നെ പൂർത്തിയാക്കി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ അൻവർ സ്റ്റാലിൻ ഉൾപ്പെടെയുള്ള DMK-യുടെ പ്രധാനപ്പെട്ട നേതാക്കളെ കണ്ടു എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. ഇത്തരത്തിൽ DMK-യുമായി സഖ്യം ചേരുന്നതിലൂടെ 2 പ്രധാന നേട്ടങ്ങളാണ് അൻവർ കണക്കാക്കുന്നത്. ഒന്ന്, RSSനെതിരെ അൻവർ നടത്തുന്ന പോരാട്ടം അത് ശക്തമായി തുടരാൻ സാധിക്കും. RS വിരുദ്ധത ഉയർത്തി കാണിക്കാനുള്ള രീതിയിലുള്ള പോരാട്ടം ഈ പുതിയ സംഘടനയിലൂടെയും അൻവറിന് സാധിക്കുമെന്നുള്ളതാണ്. മറ്റൊന്ന്, അൻവറിനെ വർഗീയവാദി എന്ന രീതിയിൽ CPM ചാപ്പ കുത്താനുള്ള CPM-ന്റെ നീക്കത്തെ അത് തടയാൻ ഇത്തരത്തിൽ ഈ ഒരു സഖ്യകക്ഷിയും ഈ ഒരു സഖ്യത്തിലൂടെ സാധിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതായത് നമുക്കറിയാം, DMK എന്നുള്ളത് അൻവർ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞതാണ്, തമിഴ്നാട്ടിൽ അല്ലെങ്കിൽ കേരള ഈ സൗത്ത് ഇന്ത്യയിലെ ഇത്തരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംഘടനയാണ്. RSSനെതിരെ നിരന്തരം പോരാട്ടം നടത്തുന്ന സംഘടനയാണ്. RSSനെ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുവരാതിരിക്കാനുള്ള എല്ലാ പ്രവർത്തനവും DMK സ്റ്റാലിൻ നേതൃത്വം നൽകുന്ന, സൂചിപ്പിച്ചതുപോലെ തന്നെ അൻവറിന്റെ പാർട്ടിക്ക് എന്തായാലും ചേരാൻ കഴിയുന്നത് DMK മുന്നണി തന്നെയാണ്. പ്രത്യേകിച്ച് അൻവർ ഉയർത്തിവെക്കുന്ന രാഷ്ട്രീയ നിലപാട് അത് തന്നെയാണ് ഉറ്റുനോക്കുന്നതും. അൻവറിന്റെ രാഷ്ട്രീയ നിലപാട് തന്നെ വ്യത്യസ്തമാക്കുന്നത് BJP-ക്കെതിരെയുള്ള ഒരു ആയുധമാകാനുള്ള ഒരു പാർട്ടി എന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് ജനകീയ വിഷയങ്ങളിൽ ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ട് ഒരു മതേതര പാർട്ടിയെ നിലനിൽക്കാനുള്ളതാണ് അൻവറിന്റെ നിലപാടും. അപ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നതും അൻവർ എന്ത് രാഷ്ട്രീയ നിലപാടെടുക്കും എന്ന് തന്നെയാണ്. PV അൻവർ MLA-യുടെ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനം ഇന്നുണ്ടാകും. ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്നാണ് പാർട്ടിക്ക് പേരിട്ടിരിക്കുന്നത്. എന്തായാലും വൈകിട്ട് 5 മണിക്ക് മഞ്ചേരിയിൽ നടക്കുന്ന സമ്മേളനത്തിലാണ് രാഷ്ട്രീയ നയം ഇന്ന് വിശദീകരിക്കുക. DMK-യുടെ സഖ്യകക്ഷിയെയാണ് അൻവറിന്റെ പാർട്ടി കേരളത്തിൽ പ്രവർത്തിക്കുക. പ്രത്യേകിച്ചും ഇന്ന് DMK നേതാക്കൾ ഉൾപ്പെടെ ഇന്ന് സമ്മേളന വേദിയിലെത്താനുള്ള സാധ്യതയും കാണുന്നുണ്ട്. എന്തായാലും അതിനുവേണ്ടി തന്നെ കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം. അൻവറിന്റെ നീക്കം എന്താണ്, പുതിയ രാഷ്ട്രീയ നിലപാട് എന്താണ് എന്നുള്ളത് ശരത് SS ആണ് വിശദാംശങ്ങൾ നൽകിയത്.